എങ്കിൽ നിങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ പങ്കെടുപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് മുഖാന്തരമായത് ഈ വെർച്വൽ സ്പേസിൽ തന്നെയുള്ള ചില സുഹൃത്തുക്കളാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ടിറ്റിയിലൂടെയാണ് അജിത്ത് എന്നെ അറിയുന്നത്. അജിത്ത് എന്നെ വിളിച്ചു, അതിനുശേഷം പ്രിയ ഷാജൻ സാർ എന്നെ വിളിച്ചു. അപ്പം ഇങ്ങനെ പലരിലൂടെയാണ്, പല മുഖാന്തരങ്ങളിലൂടെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. പ്രത്യേകിച്ച് ആ മുഖാന്തരങ്ങളെ കാരണമായി തീർന്ന സുഹൃത്തുക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചയും അല്ലെങ്കിൽ പല ദുബായ് പള്ളിയുടെ തന്നെ ഇതിനോടകം പല പ്രേയർ ഗ്രൂപ്പുകളിലും ഇതിനോടകം പങ്കെടുത്തിട്ടുണ്ട്. അത് കരാമ, AB ആ ഭാഗങ്ങളിലുള്ള പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ഞാൻ പങ്കെടുക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും അവിടെയുള്ള ഒരു പ്രേയർ ഗ്രൂപ്പിൽ പങ്കെടുക്കാനായിട്ട് ദൈവം അവസരം തന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഈ രാത്രിയിൽ പങ്കെടുക്കാനായിട്ട് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ തീർത്തും നിങ്ങൾക്കൊക്കെ അപരിചിതനായിരിക്കും. ഞാൻ മാർത്തോമാ സഭയിൽ 22 വർഷമായി പട്ടക്കാരനായിട്ട്. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ മധ്യ തിരുവിതാംകൂറുമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല. ഞാൻ മധ്യ തിരുവിതാംകൂറിന്റെ ദേശങ്ങളിലൊന്നും ഇരുന്നിട്ടില്ല. ഞാനൊരു സാധാരണ മലബാറുകാരനാണ്. എൻ്റെ സ്വദേശം നിലമ്പൂരിനടുത്ത് ചുങ്കത്രയാണ്. എൻ്റെ അധികവും പോസ്റ്റിങ്സ് കേരളത്തിന് വെളിയിലായിരുന്നത് കൊണ്ടും ഇപ്പോഴാണ് ഞാൻ കേരളത്തിൽ തലപ്പാടി, കോട്ടയത്ത് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ വന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ വീട് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ദേശം ഉൾപ്പെടുന്ന ദേശങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപരിതമാണ്. ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ they were migrated from Rani or Kumlambuya or Udimut. So ഞങ്ങളുടെയൊക്കെ തലമുറകൾ born and brought up at മലബാറിൽ ദൈവത്തിന്റെ വലിയ സന്ദേശവുമായി പിതാക്കന്മാർ വന്നതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഞങ്ങളൊക്കെ. എനിക്ക് വലിയ സന്തോഷമുള്ളത് ഞാൻ മലബാറുകാരനാണ് എന്ന് എല്ലായ്പ്പോഴും ഞാൻ അഫേം ചെയ്യുന്നൊരു കാര്യമാണ്. അത് അങ്ങനെ നമ്മളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഐഡന്റിറ്റി അഫേം ചെയ്യണം. അത് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നയാളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്, ഞാൻ വേദപുസ്തകം കയ്യിൽ കൊണ്ടു നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രകാരം ജീവിക്കുന്നയാളാണ്. വി ഹാവ് ടു അഫേം അവർ ഫെയ്ത്ത് ഓൾവേസ്. ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നിരന്തരമായി എന്തുകൊണ്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ എല്ലാ കൂദാശകളിലും ചില കാര്യങ്ങൾ വളരെ ഇന്നവിറ്റബിൾ ആയിട്ടുണ്ട്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഘടകങ്ങളിൽ ഉണ്ട്. അതിലൊന്നാണ് അഫർമേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ. ഞങ്ങൾ ഇന്നതിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഇന്നതാണ്, അല്ലേ? നമ്മൾ പറയുന്ന നൈസിയൻ ക്രീഡ്, നിശ്ചയ വിശ്വാസ പ്രമാണം. എന്തിനാണ് അഫർമേഷൻ ഓഫ് ഫെയ്ത്ത് നിരന്തരം നമ്മൾ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആരാണ് എന്ന് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തും. ഹു വി ആർ, വാട്ട് ഡു വി ബിലീവ്, whom we are following, who is our Lord, who is our Master, who controls our language and imagination, who controls our culture. നമ്മുടെ ജീവിതത്തെ മുഴുവനായി നിയന്ത്രിക്കുന്നത് ആരാണ്? ഇത് നിരന്തരമായി നാം പറഞ്ഞുകൊണ്ടിരിക്കണം, ബോധപൂർവമായി. പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന വിഷയം ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 3 വർഷമായി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ ഗവേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ തീസിസിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് we have to write 3 assessment papers like small thesis.
അതിനകത്ത് എൻ്റെ ഒരു അസസ്മെന്റ് പേപ്പർ വാസ് on the basis of a question, who constructs this world? ആരാണ് ഇന്നത്തെ ലോകത്തെ നിർമ്മിക്കുന്നത്? ഇന്നത്തെ ലോകത്തെ നിർമ്മിക്കുന്നത് അത് വളരെ നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. Who constructs this world? Our social space or our own നമ്മൾ ഈ പറയുന്ന സോഷ്യൽ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ ജീവിതങ്ങൾ, പള്ളി, നമ്മുടെ ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് സോഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. ഹു കൺസ്ട്രക്ട്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 3 ആളുകളാണ്. അത് ദി മോഡേൺ ട്രിനിറ്റി എന്നാണ് പറയുന്നത്. മണി, മീഡിയ ആൻഡ് മാർക്കറ്റ്. ഇതാണ് ഇന്നത്തെ ഒരു ട്രിനിറ്റി. നിങ്ങൾ വളരെ സൂക്ഷ്മമായി ഈ കാലഘട്ടത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള നെക്സസ് നമുക്ക് വളരെ വേഗം കണ്ടെത്താൻ കഴിയും. Money, media and market. And this is not something new. ഇതൊരു പുതിയ കാര്യമല്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങാനായിട്ട് തുടങ്ങിയ സമയത്ത് സാത്താൻ യേശുവിന്റെ മുൻപിൽ വരുന്നുണ്ട്. വന്നിട്ട് ചില മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. നീ എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്കാവും. താഴോട്ട് ചാടുക, നിനക്കൊന്നും പറ്റത്തില്ല, നീ നിമിഷങ്ങൾക്കുള്ളിൽ വലിയ പ്രസിദ്ധനാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ മോഹന വാഗ്ദാനങ്ങൾ. ഒരർത്ഥത്തിൽ യേശുവിന്റെ ലോകത്തെ സാത്താൻ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ദാറ്റ്സ് എ തിങ്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സംടൈംസ് എന്ന് ഞാനല്ല പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, ഒരു എനിക്കും ടീനേജ് പ്രായത്തിലുള്ള മക്കളുണ്ട്. നിങ്ങൾ അവരോടൊക്കെ വർത്തമാനം പറയണം. you have to engage a dialogue with them. And if you engage with the dialogue with them, who controls them? Who controls their perception, their language, their way of life or culture? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, as a believer, as a Christian, as a person who believe എന്ന് ഞാൻ പറയുമ്പോൾ വിശ്വസിക്കുക, നിരന്തരം അനുധാവനം ചെയ്യുന്ന ഒരാളിൽ many times we have to affirm our identity always. നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ വിശ്വാസത്തെ അഫേം ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ നിമിഷങ്ങളിലും നമ്മുടെ വിശ്വാസത്തെ അഫേം ചെയ്യുന്ന മനുഷ്യരിലാണ്. അത് വളരെ പ്രധാനമാണ്. അതാണ് എൻ്റെ ഇന്നത്തെ ചിന്താ വിഷയവും. Whenever we affirm our faith in God, നിരന്തരമായി ഈ ദൈവത്തിൽ വിശ്വാസം നാം അർപ്പിക്കുന്ന അവരിലാണ് ദൈവം തമ്പുരാൻ പ്രസാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള, നമ്മെക്കുറിച്ചുള്ള എൻ്റെ ഒരു വലിയ ബോധ്യം, ഞാൻ എപ്പോഴും പറയാനൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങളെയും എല്ലാവരെയും മാനസാന്തരപ്പെടുത്തുക, ഞാൻ തികഞ്ഞയാളാണ് എന്നൊരു ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ 3 വർഷം നമ്മുടെ മാർത്തോമാ സഭയ്ക്ക് രണ്ടാമതൊരു സെമിനാരി ഉണ്ട് ഡൽഹിയിൽ, ധർമ്മജ്യോതി എന്ന് പറയുന്ന. ഇപ്പൊ നിങ്ങളുടെ അവിടെയുള്ള സ്റ്റുഡന്റ് ചാപ്ലിനായിട്ടൊക്കെ ഇരിക്കുന്ന സതീഷ് മാത്യു അച്ഛനൊക്കെ അവിടെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ പഠിപ്പിച്ച ഒരേ കാലഘട്ടത്തിലും ഞാൻ സീനിയറായിട്ടും അച്ഛൻ പിന്നീട് ഒക്കെ വന്ന് പഠിപ്പിച്ച. അപ്പോൾ ഞാൻ അവിടെ സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളെ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് പറയാറുള്ളൊരു കാര്യമുണ്ട്. ഓരോ പ്രസംഗത്തിന്റെയും ആദ്യത്തെ അനുവാചകൻ, the first listener of every sermon, the preacher himself or herself എന്ന് ഞാൻ അവരോട് പറയും പ്രസംഗത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ. Whenever I say something, don't think that ഞാൻ ഇതിനകത്ത്
എക്സ്ക്ലൂഡഡ് ആണെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഐ ആം ഓൾസോ ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് സെർമൺ. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയണം, അഫേം ചെയ്യണം. ആ വിശ്വാസത്തെ അഫേം ചെയ്യുകയും ആ വിശ്വാസത്തെ ഡൈല്യൂട്ട് ചെയ്യുന്ന മാധ്യമ കമ്പോള സാമ്പത്തിക നെക്സസിനെ നിരന്തരമായി വെല്ലുവിളിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ this modern trinity will control us and will dilute our faith and will divert our commitment. നമ്മുടെ സമർപ്പണത്തെ അത് വ്യതിചലിപ്പിക്കും. അത് നമ്മളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തെ നമ്മൾ പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ, ആ പദം തന്നെയാണ് ശരി, നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കും. And thereby sometimes we will lose our identity as a Christian. We will lose our identity. നമ്മുടെ അതാണ് ഇന്നത്തെ സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഞാൻ പറയും. അതായത് സഭ അറിഞ്ഞോ അറിയാതെ, ഞാൻ സഭ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ വീണ്ടും മാർത്തോമാ സഭ എന്ന് പറയുന്ന ഒരു കേവലമായ ഒരു ഡിനോമിനേഷനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ശ്രമിക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി കാത്തലിക് ചർച്ച്. കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയുമല്ല, ആഗോള സഭ, കാത്തലിക്, യൂണിവേഴ്സൽ എന്നാണ് അർത്ഥം. യൂണിവേഴ്സൽ ചർച്ച്. യൂണിവേഴ്സൽ ചർച്ച് controlled by money, media and market. And many occasions Christ is sidelined. ക്രിസ്തു എവിടെയോ അരികുകളിലേക്ക് പോയി എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ തുടങ്ങുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഏവൻഗേലിയോൻ വേദഭാഗമായിരുന്നു. അത് നിങ്ങൾക്ക് പരിചിതമായ ടെക്സ്റ്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രസംഗം കേട്ടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. സെഖര്യാവിന് സെഖര്യാവിനുണ്ടാകുന്ന ദൈവിക വെളിപ്പാടാണ് പ്രധാനമായ ചിന്താവിഷയം. നാളെ ധ്യാനിക്കുന്നത്, സഭ ധ്യാനിക്കുന്നത് അനൗൺസിയേഷൻ ടു മേരിയാണ്, മറിയയോടുള്ള ദൈവത്തിന്റെ സംവാദം. ഞാൻ വളരെ ഗൗരവമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. മാലാഖമാരോട് വർത്തമാനം പറയുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ പീപ്പിൾ who engage dialogue with angels? മാലാഖമാരോട് വർത്തമാനം പറയുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാലാഖമാരോട് വർത്തമാനം പറയുന്ന ചില മനുഷ്യരുണ്ട് വേദപുസ്തകത്തിൽ. അത് മാലാഖമാരോട് വർത്തമാനം പറയുന്ന ചില മനുഷ്യരുടെ ചരിത്രങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത്. Like people like Zechariah, people like Mary and many other people. അവരൊക്കെ ഈ മാലാഖമാരോട് വർത്തമാനം പറയുന്നവരാണ്. നമ്മൾ പലപ്പോഴും ഈ വേദപുസ്തകം വളരെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ, ഈ വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുന്തോറും നമ്മൾ ചില കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും എന്നാണ് പറയുന്നത്. ആ കുഴപ്പങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ചിലപ്പോഴെങ്കിലും അത് നിലവിലുള്ള ചില സംവിധാനങ്ങൾക്ക് അത് വെല്ലുവിളി ഉയർത്തും എന്നുള്ളതാണ്. അതിലൊരു പ്രധാനമായ കാര്യം, ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ട് നാളത്തെ പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു, മറിയയെ കുറിച്ചുള്ള പ്രസംഗം. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വായിക്കുകയും എഴുതുകയും ചെയ്തു വരുന്നതിനിടയിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ജനനത്തെ കുറിച്ച് വലിയ നിയോഗം ലഭിക്കുന്നത് മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ്. നമ്മൾ ഈ മറിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത്, നമ്മളെ പോലെ എല്ലാ സംവിധാനങ്ങളുമുള്ള അല്ലെങ്കിൽ ഉന്നത വലിയ കുടുംബത്തിൽ പിറന്ന അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമുള്ള സമ്പത്തുള്ള ആളാണ് മറിയ ഒന്നും ചിന്തിക്കരുത്. സാധാരണ ഗ്രാമീണ പെൺകുട്ടിയെ, വില്ലേജ് ഗേൾ വിത്ത് മിനിമം റിസോഴ്സസ്,
മിനിമം അല്ലെ റിസോഴ്സസ്. പക്ഷേ ഈ മറിയ ആൻഡ് ഷീ ഗോട്ട് ദി എന്താ ദൈവത്തിന്റെ വലിയ നിയോഗം അവൾക്കാണ് ലഭിച്ചത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ നിയോഗവും ആർക്കാണ്, ഉയർത്തെഴുന്നേറ്റതിന്റെ സാക്ഷികളാകാനുള്ള നിയോഗവും ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ അതും സ്ത്രീകൾക്കാണ് കിട്ടുന്നത്. ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട് സ്ത്രീകളാണ് കൂടുതലായി മാലാഖമാരോട് വർത്തമാനം പറയുന്നത് എന്ന്. ഒരുപക്ഷെ ആലങ്കാരികമായി ഞാൻ പറയുന്ന ഒരു വാചകമല്ല, അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. And women sometimes and many times or many occasions അവരെന്താണ് ദൈവത്തോടും മാലാഖമാരോടും വർത്തമാനം പറയുന്ന ധാരാളം മനുഷ്യരുണ്ട്. നിങ്ങൾ ഹാനായെ കുറിച്ച് അറിയുന്നുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൽ ഒത്തിരി സ്ത്രീരത്നങ്ങളെ കുറിച്ച്, അതല്ലല്ലോ എന്റെ പ്രധാനമായ വിഷയം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതിലാണ് എനിക്കിന്ന് പറഞ്ഞു തുടങ്ങുവാനായിട്ടുള്ളത്. ദൈവത്തിന്റെ വെളിപ്പാടുകളും ദൈവത്തിന്റെ അരുളപ്പാടുകളും നമുക്ക് ലഭിക്കണമെങ്കിൽ നിശ്ചയമായും ഈ കാലഘട്ടത്തിൽ, നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തോടും ദൈവത്തിന്റെ ദൂതന്മാരോടും വർത്തമാനം പറയുവാൻ തക്കവണ്ണമുള്ള ഒരു ബോധ്യം നമ്മിൽ ഉണ്ടാകണം എന്നുള്ള വളരെ പ്രധാനമായ കാര്യം. സെഖര്യാവ് വാർദ്ധക്യത്തിൽ തനിക്കൊരു മകനെ ലഭിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളത്. ഞാൻ ഈ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനാണ് സെഖര്യാവിന്റെയും എലിസബത്തിന്റെയും മകനായി പിറക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയിലെയും ഈ നാളെ വരുന്ന നാളത്തെ എവൻഗേലിയോൻ വേദഭാഗവും ഒക്കെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആൻഡ് ദ ജീസസ് ക്രൈസ്റ്റ്. അവര് എന്നെ എപ്പോഴും എന്നെ ഹഠാത് ആകർഷിക്കുന്ന, എൻ്റെ ഹൃദയത്തെയും എൻ്റെ ചിന്തകളെയും വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാര്യം, the relationship between Jesus Christ and the John the Baptist, how they live together, how they work together or complemented each other. പലപ്പോഴും നമ്മൾക്ക്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓൺലൈനുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങൾക്ക് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ദൈവരാജ്യത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവരാജ്യത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ പള്ളിയും നമ്മുടെ വീടുകളും ഒക്കെ സ്വർഗമാകാൻ, ദൈവരാജ്യമാകാൻ കഴിയും. അതെപ്പോഴാണെന്നറിയാമോ? നമ്മൾ പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങുന്ന സംഭവങ്ങളിൽ, when we will be available to serve each other or when we are ready to serve each other. ഞങ്ങൾ അച്ഛന്മാര് ഗേർഡിൽ അരക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഗേർഡിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം അരക്കെട്ട് എന്നാണ്. എന്തിനാണ് അരക്കെട്ട്? ഞാൻ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ യുവജനങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും അവരോടൊക്കെ ചോദിച്ചു, why അച്ഛൻ wear girdle? The girdle is a symbol of service. When we wear girdle, we proclaim to the world, ഈ സമൂഹത്തോട് പറയാണ്, we are ready to serve you. We are ready to serve. അപ്പോൾ ദൈവരാജ്യം, സ്വർഗം നമ്മുടെ ഇടയിൽ വരും, ഉറപ്പാണത്. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ പള്ളിയിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ദേശത്തും നമ്മൾ പരസ്പരം ശുശ്രൂഷ ചെയ്യുമ്പോൾ, പരസ്പരം ആധിപത്യം പുലർത്താതെ, പരസ്പരം ചൂഷണം ചെയ്യാതെ, പരസ്പരം അടിച്ചമർത്താതെ നാം പരസ്പരം ശുശ്രൂഷ ചെയ്തെടുത്ത് നമുക്ക് സ്വർഗമുണ്ടാകും. ഞാൻ ഈ യേശുവിനെ കുറിച്ചും യോഹന്നാൻ സ്നാപകനെ കുറിച്ചും പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, നമ്മളൊക്കെ ഈ ദേവാലയങ്ങളിൽ അല്ലെ, ദേവാലയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്ന് ഈ പള്ളി എന്ന് പറയുന്ന ഒരു സ്പേസ് പോലും, എനിക്ക് ദുബായ് പള്ളി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അധികാര വടംവലിയുടെ ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് വലിയവൻ, ആരാണ് ശക്തൻ, ആരാണ് ഏറ്റവും വലിയ കഴിവുള്ളയാൾ? അപ്പോൾ അവിടെ വടംവലികൾ ഉണ്ടാകുന്നു, അവിടെ പരസ്പരം കുതികാൽ വെട്ടുകൾ ഉണ്ടാകുന്നു, പരസ്പരം
നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടി നിരത്തിലുണ്ടാക്കുന്നു. നമ്മൾ ചിലരെ നിലം തൊടാൻ സമ്മതിക്കുകയില്ല, ഇല്ലേ? നമ്മുടെ ഭാഷകൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ നിന്നെ നിലം തൊടാൻ സമ്മതിക്കത്തില്ല, ഞാൻ വെട്ടി നിരത്തും. ഇതൊക്കെ നമ്മുടെ ഈ സ്പേസുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ നേരത്തെ പറഞ്ഞ അധികാരവും സമ്പത്തും പെനട്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇടങ്ങളിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് വരുന്ന ഒരു സംഗതികളുടെ ഒരു എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ നമ്മുടെ പള്ളികൾക്കുള്ളിൽ. പലപ്പോഴും അത് ഇങ്ങനെ അതിന്റെ ഏറ്റവും വേഴ്സ് ആയ ഭാവങ്ങളിലേക്കൊക്കെ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. പക്ഷേ യോഹന്നാൻ സ്നാപകനും യേശുവും they used to compliment each other. എന്താണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞെന്നറിയാമോ? എന്നിലും ബലവാനായിരിക്കുന്നവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പുകളുടെ വാറുകളെ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആരാണ്? ജോൺ ദ ബാപ്റ്റിസ്റ്റ് വിറ്റ്നസ്ഡ് അബൌട്ട് ക്രൈസ്റ്റ്. എന്താണ് യേശു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞത്? സ്ത്രീകളിൽ ജനിച്ചവനിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകനാണ്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും when Jesus came, നിങ്ങൾക്കറിയാം, നിങ്ങൾ ആദ്യത്തെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ പലരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. ഞാൻ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ ഈ സോഷ്യൽ സ്പേസുകളിലും നമ്മൾ പരസ്പരം ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തിരുന്നുവെങ്കിൽ എത്രയോ മനുഷ്യർ നശിച്ചു പോകാതെ തകർന്നു പോകാതെ നിലനിന്നു പോയേനെ. നമ്മൾ പലപ്പോഴും കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. നമ്മൾ വി ആർ റെഡി ടു, നേരത്തെ പറഞ്ഞ പോലെ വെട്ടി നിരത്തുവാനും കാലുവാരുവാനും തകർക്കുവാനും തോർപ്പിട വെക്കുവാനും ഈ ഞണ്ടുകളെ പോലെ താഴേക്ക് പിടിച്ചു വലിക്കുവാനും, ഇല്ലേ? ഞണ്ടുകളെ പോലെ എങ്ങനെയാണ്? ഞണ്ടുകൾ അങ്ങനെയാണ്, ഒരാളെ മേളിലോട്ട് പോകാൻ അനുവദിക്കത്തില്ല, അതെപ്പോഴും താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കും. താഴോട്ട് വലിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുന്നുണ്ട്. പക്ഷേ ഞാൻ ചിലപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ട്, എന്റെ പട്ടത്ത ശുശ്രൂഷയിലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞ് അങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഞാൻ എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രോത്സാഹനം, നമ്മുടെ ഒരു ചേർത്ത് പിടിക്കൽ, നമ്മുടെ ഒരു കോംപ്ലിമെന്റ്, അതെന്റെ ഒട്ടും അതിശയോക്തിപരമായി ഞാൻ പറയുന്ന കാര്യമല്ല. അത്തരം ചിലതൊക്കെ ചില ആളുകളെ ജീവിതത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നാം ഒരു മനുഷ്യനോട് പറയുകയാണ്, നിന്റെ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ആ മനുഷ്യൻ അപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്, ഞാൻ തനിച്ചല്ല, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മറ്റൊരു സുഹൃത്തുണ്ട് എന്നുള്ളൊരു ബലം ഒരു മനുഷ്യനിൽ വന്നു നിറയുമ്പോൾ ആ മനുഷ്യൻ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇടവകയും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ദേശങ്ങളും നമ്മുടെ സാമൂഹിക ഇടങ്ങളും പരിസരങ്ങളും സോഷ്യൽ സ്പേസ് have to be constructed by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിർമ്മിതമാവണം. പരിശുദ്ധാത്മാവിനാൽ നിർമ്മിതമാകുമ്പോൾ we will pray each other, we will compliment each other, we will encourage each other, we will edify each other, we will enrich each other. ഞാൻ പലപ്പോഴും പറയും, മാർത്തോമാ സഭയിൽ ഒരു പട്ടക്കാരനായത്, ഞാൻ അങ്ങനെ പട്ടക്കാരനാകണമെന്ന് കൊച്ചിലെ ഒന്നും വാശി പിടിച്ച് വളർന്ന ആളൊന്നുമല്ല. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മാർത്തോമാ സഭയുടെ ഒരു പട്ടക്കാരനായി തീരണം. ഞാൻ ഈ അടുത്ത് എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അതൊരു വലിയ സംഘർഷഭരിതമായ തീരുമാനമായിരുന്നു. അതങ്ങനെ വളരെ വേഗം എടുത്ത തീരുമാനമൊന്നുമല്ല, അത് വളരെ സംഘർഷഭരിതമായ ഒരു തീരുമാനമായിരുന്നു. 6 മാസത്തിലധികം നീണ്ടു നിന്ന ദൈവത്തോടും എന്നോട് തന്നെയും ഉയർത്തിയ ധാരാളം ചോദ്യങ്ങളുടെ ഒടുക്കമാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. പക്ഷെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയത്, ഞാൻ പറയുന്നത്, ഈ ശുശ്രൂഷയ്ക്ക് എന്നെ പ്രാപ്തനാക്കിയത്, ഒരുക്കിയത്, പ്രോത്സാഹിപ്പിച്ചത് എന്റെ ഇടവകയും എന്റെ സുഹൃത്തുക്കളുമായിരുന്നു, ഒരു വിശ്വാസ സമൂഹമായിരുന്നു.
പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഞാനിത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഞങ്ങളുടെ ചുങ്കത്ര ശാലയും മാർത്തോമ ഇടവക 400-ലധികം വീട്ടുകാരുള്ള ഒരു പള്ളിയാണ്. അധികവും കുടിയേറ്റക്കാരാണ്. കുടിയേറ്റക്കാർ പിന്നീട് അവിടെയുള്ള കോളേജ്, സ്കൂള്, ആശുപത്രി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ വന്ന കുറെ ആളുകൾ, ഞങ്ങളുടെ വല്യപ്പന്മാരെ പോലെയുള്ള ആളുകളൊക്കെ കുടിയേറിയവർ. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് 10-ലധികം അച്ഛന്മാരുണ്ട്. അത് 50 വർഷത്തിനടുത്ത് 60 വർഷത്തിനടുത്തായ പള്ളിയാണ്. ഞാൻ 3-ാമത്തെ അച്ഛനാണ്. 2-ാമത്തെ അച്ഛൻ ഇവിടെ കോട്ടയം സെമിനാരിയിൽ അധ്യാപകരായി, പഴയ നിയമ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. ഞാൻ ഒരു കാര്യം, അത് എൻ്റെ ജീവിത അനുഭവവും സാക്ഷ്യവുമായി ഞാൻ പറയും. അതിൽ ഞാൻ ഇന്ന് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബിക്കോസ് മൈ ചർച്ച്, മൈ പാരിഷ് ആൻഡ് മൈ ഫെലോ ബിലീവേഴ്സ്, മൈ ഫ്രണ്ട്സ് encouraged me to enter into the ministry. ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ അവർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മാലാഖമാരോട് വർത്തമാനം പറയുന്നവർ, മാലാഖമാരോട് സംസാരിക്കുന്നവർ, they will encourage each other, they will edify each other, and they could listen the voice of God, and they could listen the voice of angels. മാലാഖമാരുടെ ശബ്ദം, സ്വരം, വാക്കുകൾ അവർക്ക് കേൾക്കുവാൻ കഴിയും. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ശബ്ദവും മാലാഖമാരുടെ ശബ്ദവും കേൾക്കാൻ കഴിയുന്നില്ലാതെ വണ്ണം നമ്മുടെ ഹൃദയങ്ങളിൽ അഹങ്കാരം കഠിനമായിരിക്കുന്നു. അധികാരത്തെ കുറിച്ചുള്ള കൊതി, സമ്പത്തിനെ കുറിച്ചുള്ള വലിയ സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വലിയ അടിമത്വം, ആ പദം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്ലേവറി ടു ദ വെൽത്ത്. നമുക്കറിയാം, യേശു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും. മാമോൻ എന്നുള്ള വാക്ക്, അതിന്റെ വേർഡ് മീനിങ്, ലിറ്ററൽ മീനിങ് ഓഫ് മാമോൻ ഈസ് വെൽത്ത്. യേശു അതുകൊണ്ടാണ് നിരന്തരമായി പറയുന്നത്, ഡോണ്ട് ബി ദ സ്ലേവ് ഓഫ് വെൽത്ത്, ഡോണ്ട് ബി ദ സ്ലേവ് ഓഫ് മണി. പണം നമുക്ക് അനിവാര്യമാണ്, എനിക്കും നിങ്ങൾക്കും ഒക്കെ പണം ആവശ്യമാണ്. പക്ഷെ പണം നമ്മുടെ ജീവിത മൂല്യങ്ങളെ നിയന്ത്രിക്കരുത്. പണം നമ്മുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും നിയന്ത്രിക്കരുത്. പണം നമ്മുടെ ജീവിതക്രമത്തെ നിയന്ത്രിക്കുമ്പോൾ, ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ, ക്രിസ്തുവിന്റെ സ്ഥാനം അവിടെ മാറുകയും സമ്പത്ത് ദൈവമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാലാഖമാരോട് വർത്തമാനം പറയുന്നവർ നിരന്തരമായി വിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ അടിത്തറ ഏറ്റുപറയുന്നവരാണ്. അവർ ദൈവത്തോട് വർത്തമാനം പറയുന്നവരാണ്. അവർ കോംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്. അവർ നിരന്തരമായി ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവരാണ്. ഞാൻ ഈ സന്ധ്യയെങ്കിൽ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഈ വേദഭാഗത്തിലെ 3 കാര്യങ്ങൾ വേഗം, ഇനിയും നിങ്ങൾ ചിന്തിക്കരുത്, ഞാൻ ദീർഘമായി ഒന്നും പ്രസംഗിക്കുകയില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാലാഖമാരോട് വർത്തമാനം പറയുന്നവരായി ഞാനും നിങ്ങളും മാറണമെന്നും, മാലാഖമാരോട് വർത്തമാനം പറയുന്നവർ നിരന്തരമായി വിശ്വാസത്തെ അഫേം ചെയ്യേണ്ടവരാണെന്നും, ആ വിശ്വാസത്തെ അഫേം ചെയ്യുമ്പോൾ, അല്ലെ, നമുക്കറിയാം, നമ്മൾ മാമോദീസായുടെ സമയത്തും ആദ്യ കുർബാനയുടെ സമയത്തും മറ്റുമായി പറയുന്നുണ്ട്, ഞാൻ യേശു മിശിഹായിൽ വിശ്വസിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു. അല്ലെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു. മാലാഖമാരോട് വർത്തമാനം പറയുന്നവർ നിരന്തരമായി പറയും, ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, സമ്പത്തിലല്ല. ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്, സമ്പത്തിലല്ല. ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്, അധികാരത്തിലല്ല. ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്, സമ്പത്തിലല്ല. സമ്പത്ത് എന്നെ ഒരു കാരണവശാലും നിയന്ത്രിക്കുകയില്ല. അധികാരം എന്നെ നിയന്ത്രിക്കുകയില്ല. We will serve each other. We will complement each other as John the Baptist and Jesus did. And thereby we could experience the kingdom of God today. അത് വീടുകൾക്കുള്ളിൽ സംഭവിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നവർ, മാലാഖമാരോട് സംസാരിക്കുന്നവർ, നിങ്ങൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 6, നമ്മൾ ഇങ്ങനെ വായിക്കുന്നു,
ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. നമ്മൾ ആ വാക്യങ്ങളൊക്കെ വളരെ ഹൃദിസ്ഥമാക്കി അടിവരയിട്ട് എഴുതി വെക്കേണ്ട വാക്കുകളാണ് കേട്ടോ. അവർ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നാമത് പറയാനായിട്ടുള്ളത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുന്ന സമൂഹമായി മാറണമെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്ന വ്യക്തികളും കുടുംബങ്ങളുമായി ഞാനും നിങ്ങളും മാറണമെങ്കിൽ, we have to straighten our walk. നമ്മുടെ വഴികളെ നേരെയാക്കണം. വഴികളെ നേരെയാക്കണമെന്ന് ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ ഞാൻ കഴിഞ്ഞ ദിവസവും എൻ്റെ വീട്ടിൽ പോയി വന്നയാളാണ്. കോട്ടയത്ത് നിന്ന് നിലമ്പൂർ വരെ 270 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ കുടുംബമായി, എൻ്റെ പപ്പായെന്ന് വീണ് ഹോസ്പിറ്റലൈസ് ആയപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. ഞങ്ങൾ മിനിഞ്ഞാന്നാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ തിരുവനന്തപുരത്തും ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഈ കേരളത്തിൽ ഹൈവേ വന്നപ്പോൾ അന്ന് നേരെയാണ് എല്ലായിടത്തും, ഒറ്റ വഴി, എങ്ങും വളയത്തില്ല എന്നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങനെ റോഡ് വെട്ടി അല്ലെങ്കിൽ അതിന്റെ വീതി കൂട്ടി വികസനം വന്നപ്പോൾ ചിലയിടങ്ങളിലൊക്കെ അവരിങ്ങനെ വളച്ചു വഴി. അത് ഇല്ലായിരുന്നു, പ്ലാനിങ് ഇല്ലായിരുന്നു. വഴി വളച്ചതിന്റെ കാരണം അതൊക്കെ രാഷ്ട്രീയക്കാരുടെയും വലിയ സമ്പന്നരുടെയും വസ്തുക്കളായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് വളയ്ക്കും. നമ്മളും വിശ്വാസ ജീവിതത്തിൽ സംടൈംസ് വി ടേക്ക് ഓർ ഡീറൂട്ട് അക്കോർഡിംഗ്ലി. ചിലതിനെയൊക്കെ ഒന്ന് സാത്താനെ ഒന്ന്, ചിലരെയൊക്കെ ഒന്ന് പ്ലീസ് ചെയ്യുവാൻ തക്കവണ്ണം, ചിലരെയൊക്കെ നമ്മുടെ കക്ഷത്തിൽ നിർത്തുവാൻ തക്കവണ്ണം, നമ്മുടെയൊക്കെ ഇങ്ങനെ ചിലതിനെയൊക്കെ അവരെ വിട്ടുകളയാതിരിക്കുവാൻ തക്കവണ്ണം, അത് അനീതിയുടെ യജമാനന്മാരെ ആണെങ്കിലും ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം നമ്മൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ വളച്ചെടുക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങൾ ഉള്ളവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരുമായിരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ കിട്ടുക എന്നുള്ളത്. അത് ഇന്ന് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളുടെ വഴി നേരെയാക്കാനായിട്ടുണ്ട് അല്ലെ? നമ്മൾക്ക് ദൈവത്തെ ആർക്കാണ് കാണാൻ കഴിയുക? യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മത്തായി സുവിശേഷം 5-ാം അധ്യായം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയത്തിൽ അസൂയയും ദുഷ്ടതയും പരദൂഷണവും കുലപാതകവും പ്രിജുഡിസും സ്റ്റീരിയോടൈപ്പിങ്ങും അല്ലെ, ഹേറ്റ്രഡും ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ കാണുവാനായിട്ട് കഴിയുക? ആർക്കെങ്കിലും കഴിയുമോ? ഈ വെള്ളക്കുപ്പായം ഇട്ടതുകൊണ്ട് എനിക്ക് കഴിയുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണ് പറയുക. അതുകൊണ്ട് എനിക്കിന്ന് ഒന്ന് ഈ സന്ധ്യയെങ്കിൽ നാം ദൈവത്തിന്റെ മാലാഖമാരോട്, ദൈവത്തോട് സംസാരിക്കുന്നവരാവണം. സംസാരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ നാം നേരെയാക്കണം. ആ നേരെയാക്കുന്നതിലൂടെയാണ് ദൈവത്തോട് നാം സംസാരിക്കുന്നവരായി മാറുക എന്നുള്ളത്. രണ്ടാമത്തെ ചിന്ത എന്താണ് എന്ന് ചോദിച്ചാൽ, സെഖര്യാവ് ദേവാലയത്തിലാണ് നിൽക്കുന്നത്. ഒരു ആരാധനയുടെ പരിസരം അവിടെയുണ്ട്, പ്രാർത്ഥനയുടെ പരിസരം. ഞാൻ ഈ പ്രാർത്ഥന, ആരാധന എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ച് മാർത്തോമാക്കാർക്ക് കൂടുതലാണ്. പ്രാർത്ഥനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും വലിയ തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാലാഖമാരോട് വർത്തമാനം പറയുന്നവർ. മാലാഖമാരോട് വർത്തമാനം പറയുന്നവരും ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവരും അവർ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരുമായിരിക്കും. നമ്മുടെ ഈസ്റ്റേൺ ലിറ്റർജിയാണ്, കിഴക്കൻ പാരമ്പര്യമുള്ള ലിറ്റർജിയാണ്. ഈ ലിറ്റർജിയെ കുറിച്ച് നിങ്ങൾ ഗൗരവമായി പഠിക്കണം. ഞാൻ എൻ്റെ ഗവേഷണത്തിന്റെ ഒരു ചെറിയ തലമൊക്കെ അതിലൂടെ പോകുന്നുണ്ട്. ഈ
ഈ ലിറ്റർജിയെ കുറിച്ചല്ല, ഞാൻ ലിറ്റർജിയെ കുറിച്ചാണ്, പ്രാർത്ഥനകളെ കുറിച്ചും ആരാധനകളെ കുറിച്ചുമാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ആരാധനകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇപ്പോൾ നമ്മളിത് 1 മണിക്കൂർ പ്രാർത്ഥനയാണ്, 1 മണിക്കൂർ നമ്മൾ എല്ലാവരും കൂടി വന്നു പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ കുർബാന 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ കുർബാനയ്ക്ക് വേണ്ടി നാം ദേവാലയത്തിൽ ഒത്തുചേരുന്നു. അത് 3 മണിക്കൂർ നേരമുള്ള ആരാധന. എന്നാൽ നമ്മുടെ ആരാധനയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് അതങ്ങനെയല്ല. അങ്ങനെയല്ല എന്ന് പറയാനുള്ള കാരണം, നമ്മളുടെ ഓരോ നിമിഷവും പ്രാർത്ഥനയും ആരാധനയുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലിറ്റർജിയെ കുറിച്ച് പറയുന്ന 2 പ്രയോഗങ്ങളുണ്ട്. ലിറ്റർജി ബിഫോർ ലിറ്റർജി ആൻഡ് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നുള്ളത് വളരെ പഴയ ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മുടെ വിശുദ്ധ കുർബാന, അതിന് ആശീർവാദമില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് 4ാമത്തെ റൂഷ്മയോടുകൂടി വിശുദ്ധ കുർബാന അവസാനിക്കുകയാണ്. ഇറ്റ് ഈസ് എ സെൻഡിങ് ഫോർത്ത്. അതൊരു അയക്കപ്പെടലാണ്. നിങ്ങൾ സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ് ഈ ലോകത്തിലേക്ക്. ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടിയാണ് പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ചാൽ, നാം പോകുന്ന ഇടങ്ങളിൽ ആരാധനകളായി മാറാനാണ്. നാം പോകുന്ന ഇടങ്ങളിൽ കൂദാശ വസ്തുക്കളായി മാറാനായിട്ടുള്ളതാണ്. പോകുന്ന ഇടങ്ങളിൽ വിശുദ്ധ കുർബാനയും ആരാധനയും പ്രാർത്ഥനയുമായി പരിണമിക്കുവാനായിട്ടാണ്, രൂപപ്പെടുവാനായിട്ടാണ്. അതാണ് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. ഈ കുറച്ചു നാളുകൾക്ക് മുമ്പ് പഠിച്ചതായ മറ്റൊരു പാഠമാണ്, അത് മുൻപുമുണ്ടെങ്കിലും ഈ ലിറ്റർജിയുമായി ചേർത്ത് പഠിച്ച പാഠമാണ്. നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോഴും അതിന് മുൻപും ഒരു ആരാധനയുണ്ട്, ലിറ്റർജി ബിഫോർ ലിറ്റർജി. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തെങ്കിലും ഒരു വഴിപാട് അർപ്പിക്കുവാൻ എന്റെ അടുക്കൽ വരുമ്പോൾ സഹോദരന് നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, ഗോ ആൻഡ് റിക്കൺസൈൽ. ദാറ്റ് ഇസ് ദ ലിറ്റർജി ബിഫോർ ലിറ്റർജി. ഈ കയ്യിന്റെ അർപ്പണത്തെ ദൈവം എന്തുകൊണ്ട് സ്വീകരിച്ചില്ലെന്ന് അർത്ഥം ചോദിച്ചാൽ, ഈ ലിറ്റർജി ബിഫോർ ലിറ്റർജി കായിൻ്റെത് ശരിയായിരുന്നില്ല. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പഠിക്കുമ്പോൾ, കോപം അവന്റെ പടിവാതിൽക്കൽ നിന്നിരുന്നു, അസൂയ, ദുഷ്ടത അവന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് അവന്റെ പ്രാർത്ഥനയും അവന്റെ അർപ്പണവും ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, അത് വളരെ മണിക്കൂറുകൾ എടുത്ത് വിശദീകരിക്കേണ്ട കാര്യമാണെങ്കിലും ഞാൻ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് നാം കാത് കൊടുക്കണമെങ്കിൽ, അരുളപ്പാടുകൾ നമ്മുടെ ചെവികളിൽ വന്ന് അലയ്ക്കണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, we need to create and we consciously, ബോധപൂർവം, ഞാൻ ആ പദം തന്നെ വീണ്ടും വീണ്ടും അടിവരെ എഴുതിയാണ്, കോൺഷ്യസ്ലി, ബോധപൂർവം എന്ത് ചെയ്യണം എന്നറിയാമോ? ഒരു ആരാധനയുടെയും പ്രാർത്ഥനയുടെയും പരിസരം നമ്മുടെ വീടുകളിലും നമ്മുടെ ദേവാലയങ്ങളും സൃഷ്ടിക്കണം. ഞാനിത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ദേവാലയങ്ങളിൽ ആരാധന കഴിഞ്ഞ കമ്മിറ്റിയോ ഇടവക സംഘമോ നടക്കുന്നത് എന്താണ്? ആക്രോശങ്ങളാണ്, പിടിവലികളാണ്, മത്സരമാണ്, പരസ്പരം മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്, പരസ്പരം വിവേചനത്തിന്റെ വാക്കുകളാണ്. അത് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി അല്ല കേട്ടോ. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരിക്കലും ദൈവത്തിന്റെ പ്രസാദം ഇത് നാം ഓർത്തോണം. അതാണ് ഡൊമസ്റ്റിക് വയലൻസ്. നമ്മുടെ വീടുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ നിറയുന്ന ഇടങ്ങളിൽ. അതുകൊണ്ട് രണ്ടാമത് പറയുന്നത് സെക്യൂരിയ, ലിസൺ ദ വോയിസ് ഓഫ് ഗോഡ് വേർ എന്താണ്? വേർ അവിടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഒരു പരിസരം ഉണ്ടായിരുന്നു. ദാറ്റ് സ്പേസ് filled with liturgies, prayers, litanies and affirmation of faith. നമ്മുടെ ജീവിതങ്ങളിൽ അത് നിറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ നിറയും എന്നുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കിലെ അവസാനിപ്പിക്കാം. ഞാൻ ഒന്ന് പറഞ്ഞത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കണമെങ്കിൽ നമ്മുടെ വഴികൾ നേരെയാക്കണം. 2,
ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ഇടങ്ങളിൽ പ്രാർത്ഥനയും ആരാധനയും അതിന്റെ സ്വരവും അതിന്റെ സുഗന്ധവും അതിന്റെ സാന്നിധ്യവും നിറയപ്പെടണം. മൂന്നാമതൊരു കാര്യം, അത് വളരെ ശ്രദ്ധയാണ് കേട്ടോ. അത് എന്റെ വിശ്വാസ ജീവിത യാത്രയിൽ എന്നെ വല്ലാതെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമാണത്. അതെന്താണെന്ന് ചോദിച്ചാൽ, സെഖര്യാവിനോട് ദൂതൻ വന്ന് പറയുകയാണ്, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാം ഓർക്കണം, എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഈ സെഖര്യാവ് അവന്റെ യൗവന കാലഘട്ടം മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നത് അവന്റെ വാർദ്ധക്യത്തിലാണ്. അവിടെ നാം വായിക്കുന്നുണ്ട്, അതിന്റെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൂതൻ അവനോട്, സെഖര്യാവേ, ഭയപ്പെടേണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതുകൊണ്ട് എന്നെ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന മുഴുവൻ ജനതയോടും, മുഴുവൻ ആളുകളോടും, 37-ൽ പരം ആളുകൾ ഈ മീറ്റിംഗിൽ ഇപ്പോൾ സംബന്ധിക്കുന്നു. ഒരുപക്ഷെ ഈ 2 പേർ വെച്ച് നോക്കിയാൽ 60-ലെങ്കിലും കൂടുതൽ ആളുകൾ കണ്ടേക്കാം. ഞാൻ ഈ മുഴുവൻ ആളുകളോടും ഒരു കാര്യം ഞാൻ പറയാം, അതെന്റെ ജീവിത അനുഭവം കൂടിയാണ്. അതെന്താണെന്നറിയാമോ? നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ, വൈകിയാണെങ്കിലും അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്നുള്ളത്, അതിന് യാതൊരു സംശയമില്ല. അതിന് പക്ഷേ ഒരു കാര്യം ഞാൻ അതിന് ഒരു പ്രിഫിക്സ് എന്നുള്ള രീതിയിൽ പറയാം. അന്ത്യം വരെയും പ്രാർത്ഥന കേട്ടാലും കേട്ടില്ലെങ്കിലും ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം വിശ്വസ്തതയുള്ളവരായി തീരണം. ബി ഫെയ്ത്ത്ഫുൾ. ആ വിശ്വസ്തതയുടെ ഒരു ഭാഗമായി ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. And God will listen the prayers of righteous. നീതിമാന്മാരുടെ പ്രാർത്ഥനയെ അവൻ കേൾക്കും. അങ്ങനെയാണല്ലോ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നീതിമാന്മാരുടെ യാചനയ്ക്ക് അവൻ ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, ഞാന് പറയുമ്പോൾ ഒരല്പം വൈകാരികമായി പറയേണ്ടി വരും. ഞങ്ങളൊക്കെ മലബാറുകാരാണ് കേട്ടോ. വീണ്ടും ഞാൻ പറയുന്നു, ഐ അഫേം മൈ ഐഡന്റിറ്റി ആസ് എ മലബാറുകാരൻ. അതിനൊത്തിരി കാരണങ്ങളുണ്ട്. അതൊക്കെ ഒരാൾക്ക് വേണമെങ്കിൽ മറ്റൊരു വിഷയമാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മലബാറുകാരനാണ് എന്ന് ഞാൻ അഫേം ചെയ്യുന്നതിന്റെ അതിന് മറ്റൊരു റീസൺ ഉണ്ട്. പക്ഷെ അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വല്യപ്പന്മാർ ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന്, നമുക്കറിയാം ഈ കുടിയേറ്റം എന്ന് പറയുന്ന ചരിത്രം. നിങ്ങളിൽ പലരും വിദേശത്തേക്ക് കുടിയേറി, ചില ആളുകൾ ആ കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറി, അല്ലെങ്കിൽ ചില ആളുകൾ മറ്റ് വടക്കേ ഇന്ത്യയിലേക്ക് കുടിയേറി. ഞങ്ങളുടെ വല്യപ്പന്മാരൊക്കെ ഇവിടെ നിന്ന് അവരുടെ കുറച്ച് സ്ഥലം വിറ്റ് കൂടുതൽ ഭൂമി മലബാറിൽ കൈവശമാക്കുവാനായിട്ട് കൃഷിയോട് സ്നേഹമുള്ളവർ മലബാറിലേക്കും കുടിയേറി. ഞാൻ പറയും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ പിതാവിന്റെ ശവസംസ്കാരത്തിനും ഞാൻ പോയി. ഞാൻ പറഞ്ഞു, ആ വല്യപ്പച്ചൻ 90 വയസ്സുള്ള വല്യപ്പച്ചന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഈ മലബാറിലേക്ക് വന്നപ്പോൾ ഈ വല്യപ്പച്ചന്മാരുടെ കയ്യിൽ, വല്യമ്മച്ചിമാരുടെ കയ്യിൽ ഒരുപക്ഷെ തുച്ഛമായ പണവുമായി അവർക്ക് അവിടെ വലിയ കൃഷി ചെയ്യുവാനായിട്ട് വരുമ്പോൾ അവരുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ എന്നെ കേൾക്കുന്ന പലരുടെയും ചരിത്രവും അത് തന്നെയാണ് കേട്ടോ. ഞാൻ ബോംബെയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇത് സാന്ദർഭികമായി പറയുകയാണ്, ബോംബെയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരു പ്രിയദാസൻ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഒരിടത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ അറിയാമോ ഞങ്ങളുടെ ചരിത്രം? ഞാൻ പറഞ്ഞു, അറിയില്ല. ഈ ബോംബെ പട്ടണത്തിലേക്ക് വന്നപ്പോൾ ഒരു കുടിസുമുറിയിൽ, ഒറ്റമുറിയിൽ ഒരു കട്ടില് മാത്രം ഇടാൻ പറ്റുന്ന ഒരു കുടിസുമുറിയിലാണ് ഞാൻ വന്ന് പാർത്തത്. ആ കുടിസുമുറിയിലെ ആ കട്ടിലിൽ ഞങ്ങൾ 4-5 പേർ കിടന്നിട്ടുണ്ട് അച്ചോ. 4-5 പേർ ഒരു മുറിയിൽ ഒരു കട്ടിലിൽ കിടന്നിട്ടുണ്ട്. അതിനിടയിലാവും ഞങ്ങളുടെ ബന്ധുക്കൾ, ജോലിയില്ലാത്തവർ,
ബന്ധു അവിടെയുണ്ടല്ലോ ബോംബെയിലേക്ക്. അപ്പോൾ ബന്ധുക്കൾ വരുമ്പോൾ അവരെ കട്ടിലിൽ കിടത്തിയിട്ട് മാസങ്ങളോളം കട്ടിലിന് അടിയിൽ ഉറങ്ങിയിട്ടുണ്ട് അച്ചു. അദ്ദേഹം ഇന്ന് അത് പറഞ്ഞത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ ഒട്ടും മോശമായിട്ട് പറയുകയല്ല. നൗ ഹി ഈസ് സെറ്റിൽഡ്. ദൈവം തമ്പുരാൻ അയാളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ വല്യപ്പച്ചന്മാരുടെ ചരിത്രമാണ്. അവരുടെ കൈവശം ആകെ ഉണ്ടായിരുന്നത് വിശ്വാസമായിരുന്നു. അവരുടെ കൈവശം ഉണ്ടായിരുന്നത് സഭയോടുള്ള കൂറായിരുന്നു. അവരുടെ കൈവശമായിട്ടുണ്ടായിരുന്നത് വിളിച്ചവനോടുള്ള വിശ്വസ്തതയായിരുന്നു. നിങ്ങൾ മലബാറിൽ ഈ കേൾക്കുന്നവരിൽ ആരെങ്കിലും മലബാറുകാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് നിങ്ങൾ മലബാറിലേക്ക് പോകണം. എന്റെ സ്വദേശമായ ചുങ്കത്രയിൽ പോയാൽ അവിടെ ഒരു സീനിയർ മാർത്തോമ കോളേജ് ഉണ്ട്. എന്റെ ജ്യേഷ്ഠനോടെ അധ്യാപകനാണ്. എന്റെ പിതാവ് ആ കോളേജിലെ ഓഫീസ് സ്റ്റാഫായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഈശോമാർ തിമോത്തിയോസ് തിരുമേനി എന്ന് പറയുന്ന മഹാനുഭാവന്റെ അധ്വാന ഫലമായി ചുങ്കത്രയിൽ ഒരു സീനിയർ കോളേജ് ഉണ്ട്. ആ കോളേജിന്റെ മുൻപിൽ ഒരു വഴിയുണ്ട്. ആ വഴിക്ക് തൊട്ടപ്പുറത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടെന്ന്. അതിനോട് ചേർന്ന് തന്നെ മാർത്തോമാ സഭയ്ക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ചുങ്കത്രയിൽ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ദൈവം തമ്പുരാൻ സെഖരിയാവിനോട് പറഞ്ഞതാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. യുവർ പ്രേയേഴ്സ് ആർ ഹേർഡ് ബിക്കോസ് യു ആർ ഫെയ്ത്ത്ഫുൾ. നീ വിശ്വസ്തനായതുകൊണ്ട്, വിശ്വസ്തൻ എന്ന് നിന്നെ എണ്ണിയിരിക്കിയാൽ നിന്റെ പ്രാർത്ഥന അവൻ കേൾക്കും. നിന്റെ പ്രാർത്ഥന മറികടക്കുകയില്ല. ഞാൻ പറയട്ടെ, വേദനയോടെ പറയട്ടെ, നമുക്കിന്ന് ഈ കരുത്ത് നഷ്ടപ്പെട്ടു പോയി. കരുത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ, നമ്മൾ പലതിന്റെയും മുൻപിൽ നമ്മുടെ വിശ്വാസത്തെ അടിയറ വെച്ചു. പണത്തിന്റെ മുൻപിലും, പ്രസിദ്ധിയുടെ മുൻപിലും, അധികാരത്തിന്റെ മുൻപിലും, നേട്ടങ്ങളുടെ പിന്നാലെയും അടിയറ വെച്ചു. സെഖരിയാവും എലിസബത്തും അത് ചെയ്തില്ല. മറിയ അത് ചെയ്തില്ല. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തുടങ്ങിയിടത്ത് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. മാലാഖമാരോട് വർത്തമാനം പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സെഖരിയാവിനെയും മറിയയും പഠിക്കണം. അവർ ദൈവത്തിൽ വിശ്വാസം നിരന്തരം ഏറ്റുപറഞ്ഞവരായിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേട്ടവരായിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സ്വീകരിച്ചവരായിരുന്നു. ആ സ്വീകരിക്കുന്നതിനിടയിൽ അവർ തങ്ങളെ തന്നെ അർപ്പിച്ചു. ദേ ബിക്കെയിം, നമ്മൾ പറയുന്ന കൂദാശ വസ്തുവായി മാറി. എലമെന്റ്സ് ഓഫ് സാക്രമെന്റ്, കൂദാശ വസ്തുക്കളായി അവർ മാറി. ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവർ അവരുടെ വഴികളിൽ നേർവഴിക്ക് നടന്നവരും നീതിയുള്ളവരും സകല കൽപ്പനകളിലും ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരുമായിരുന്നു. അവർക്ക് മാത്രമേ, ഞാൻ ആ പദം വീണ്ടും വീണ്ടും അടിവരയിടുകയാണ്, അവർക്ക് മാത്രമേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും മാലാഖമാരോട് വർത്തമാനം പറയുവാനും കഴിയുകയുള്ളൂ. 2, മാലാഖമാരോട് വർത്തമാനം പറയുകയാണെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ we have to create a space where liturgies, prayers and worship fill with, ആരാധനയും പ്രാർത്ഥനയും നിറയുന്ന ഒരു പരിസരത്ത്. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയുണ്ടോ? നമ്മുടെ ജീവിതങ്ങളിൽ പ്രാർത്ഥനയുണ്ടോ? ദേവാലയങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥനകളുണ്ടോ? ഇഫ് സോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, നിശ്ചയമായും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയും. അവസാനമായി ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ വിശ്വസ്തരായി പാർത്താൽ ദൈവം നമ്മളോടൊരു കാര്യം പറയും. സജീവ് തോമസ്, ഡോണ്ട് ബി അഫ്രേഡ്, യുവർ പ്രേയേഴ്സ് ആർ ഹേർഡ്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. 40കളിലെ അവസാനത്തിൽ പാർക്കുന്ന ഒരാളാണ് ഞാൻ. 50കളിലേക്കൊക്കെ പ്രവേശിക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഞാൻ പറയും, 22 വർഷം 98-ലാണ് മാർത്തോമാ സഭയുടെ പട്ടക്കാരനായത്. തുടക്കം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലായിരുന്നു. പോർട്ട് ബ്ലെയറിൽ നിന്നും വീണ്ടും 8 മണിക്കൂർ യാത്ര ചെയ്താൽ
എത്താവുന്ന ദ്വീപ സമൂഹങ്ങളുടെ പകൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴും അവിടെയുള്ള വിശ്വാസികൾ അവരോടൊപ്പം വാർത്ത 3 വർഷം ഓർക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ 22 വർഷം ദൈവസന്നിധിയിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന്. അവൻ എൻ്റെ യാചന അവൻ തരാതിരുന്നിട്ടില്ല. അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിയിട്ടുണ്ട്. എനിക്ക് അനാവശ്യമായിട്ടുള്ളതൊന്നും തന്നിട്ടില്ലായിരിക്കാം. എനിക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ തന്നിട്ടുണ്ട്. അതെന്റെ വിശ്വാസമാണ്, അതെന്റെ അനുഭവമാണ്. അത് പറയാതിരിക്കാൻ തരമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എവിടെയെങ്കിലും അല്പമെങ്കിലും അവിശ്വാസത്തിന്റെ ഒരു അല്പമെങ്കിലും സ്ഥലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഐ ഏർജ് യു, ഐ പ്രേ ടു യു, ഞാൻ നിങ്ങളോടൊരു കാര്യം വളരെ സ്നേഹത്തോടെ പറയാം. ട്രസ്റ്റ് ഇൻ ഗോഡ്. നിങ്ങൾക്ക് മാലാഖമാരോട് വർത്തമാനം പറയാൻ കഴിയും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും കഴിയും. സെഖര്യാവിനെ പോലെയും എലിസബത്തിനെ പോലെയും സഞ്ചരിക്കുക. പ്രാർത്ഥനകളും ആരാധനകളും നമ്മുടെ ഇടങ്ങളിൽ നിറയട്ടെ. അതിനിടയിൽ ദൈവത്തിന്റെ നേർത്ത ശബ്ദം കേൾക്കുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരും. ആ വലിയ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീരട്ടെ. ദൈവം തന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. താങ്ക് യു.